ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഹെന്ന ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ VLCCയുടെ നാച്ചുറൽ ആൻഡ് ഹെർബൽ ഹെന്ന പൗഡറാണ് യൂസ് ചെയ്യുന്നത്. മൈലാഞ്ചി ഇട്ടാനില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പൗഡർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഞാനൊരു 3 സ്പൂൺ വീതം ഇട്ട് തിളപ്പിച്ച വെള്ളമാണിത്. പിന്നെ തണുപ്പ് പ്രോബ്ലം ഉള്ളവർക്ക് അതിനകത്തോട്ട് ഒരു ഗ്രാമ്പും കൂടി ഇട്ട് തിളപ്പിച്ചാൽ നന്നായിരിക്കും. പിന്നെ ഈ മൈലാഞ്ചിപ്പൊടി ഞാനൊരു 12 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. കാരണം എനിക്കും അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ 12 സ്പൂൺ എടുക്കുന്നത്. നല്ല ലോങ് ഹെയർ ഉള്ളവരൊക്കെ 12 സ്പൂൺ എന്തായാലും എടുക്കണം കേട്ടോ. അത് എന്നാലേ ഫുള്ള് മുടിയുടെ ടോപ്പ് മുതൽ എൻഡ് വരെ തേക്കാൻ പറ്റുള്ളൂ. ഇതിനകത്തോട്ട് 1 സ്പൂൺ നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു 3 സ്പൂൺ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാപ്പിപ്പൊടിയും ചായപ്പൊടിയുടെ വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് അയൺ പാത്രമാണ്. ഇപ്പോൾ അയൺ കണ്ടൻറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അയൺ പാത്രം ഇല്ലെങ്കിൽ ഒരു ആണിയാണെങ്കിലും ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ഇതെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കവർ വെച്ച് മൂടിയിട്ട് അടുത്ത ദിവസമാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല സൈഡൊക്കെ നല്ല കറുത്ത കളറിൽ കിട്ടും. ഇനി നിങ്ങൾ ഇത് ഹെയർ കളറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കണം തലയിലൊക്കെ. ഇനി ഹെയർ ഗ്രോത്തിനാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യണം, കാരണം നല്ലപോലെ ഹെയർ ഡ്രൈ ആവും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കണം. ഞാനൊരു ഫുൾ മുട്ടയാണ് എടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞ പെട്ടെന്ന് വെച്ചിട്ട് അതിൻ്റേതായ മണമൊന്നും ഉണ്ടാവില്ല, ഹെന്നയുടെ മണം തന്നെയാണ് നിൽക്കുക. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഫുൾ മുട്ടയാണ് എടുക്കാറുള്ളത്. പിന്നെ ഇത് നമ്മുടെ തലയിൽ പിടിക്കണമെങ്കിൽ ഒരു 1 ഹവറെങ്കിലും നിന്നാൽ മാത്രമേ തലയിൽ നല്ലപോലെ പിടിക്കുകയുള്ളൂ. പിന്നെ തണുപ്പിൻ്റെയൊക്കെ ഇഷ്യൂ ഉള്ളൊരു അരമണിക്കൂർ നിന്നാൽ മതി, കാരണം ഇതിനകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ തണുപ്പുള്ളതാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്